ഓക്കെ, അപ്പം റിഡക്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ രാജേഷാണുള്ളത്. ഈ ഒരു വീഡിയോയുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൽ വളരെ ചർച്ചയിൽ നിൽക്കുന്നൊരു വിഷയം കൂടാണ് ഈ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയം. അതായത് ഈ ഹണി റോസിനെ വളരെ മോശമായി ബോബി ചെമ്മണ്ണൂർ ഒരു കമൻറ്റ് പറയുന്നു. അതവർ ആ പുള്ളി റിപ്പീറ്റ് അടിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ റിപ്പീറ്റ് അടിക്കുന്നുണ്ട്. അപ്പം ഹണി റോസ് ഒരു പരാതി നൽകിയിട്ടത് തന്നെ വളരെ മോശമായി ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരു പുരോഗമന സമൂഹം ഒന്നടങ്കം ഹണി റോസിൻ്റെ അവകാശത്തിൻ്റെ ഒപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പറയുമ്പോൾ, നമ്മൾ കാണുന്നത് ഓൾറെഡി ഈ യാഥാസ്ഥിതിക സമൂഹത്തിൽ ഈ ഹണി റോസിനെ കുറ്റം പറയാൻ വേണ്ടി ആളുകളുണ്ട്. ഹണി റോസ് അങ്ങനെ ഡ്രസ്സിങ് സെൻസ്, ഹണി റോസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. നമ്മുടെ ആചാര സംരക്ഷകരൊക്കെ വന്ന് പറയുന്നുണ്ട് ഈ ഡ്രസ്സിങ് സെൻസിൽ പ്രശ്നമുണ്ട്, അപ്പോൾ പിന്നെ ആളുകൾ പറയുന്നൊക്കെ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ആചാര സംരക്ഷകരും ഒരു കൺസർവേറ്റീവ് ചിന്തയൊക്കെ വയ്ക്കുന്ന ആളുകളാണത് പറയുന്നത്. പക്ഷെ നമ്മളെ ഇവിടെ ഒരു സർപ്രൈസിങ് ആയിട്ട് നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വതന്ത്ര ചിന്തകരാണെന്നും ഞങ്ങൾ എന്താ പറയുന്നത്, ഫാക്റ്റ് ബേസ്ഡ് പൊളിറ്റിക്സ്, ഹ്യൂമനിസം ബേസ്ഡ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ ഈ സമയത്ത് ശാസ്ത്രത്തെ ഉപയോഗിച്ച് ഹണി റോസ് ചെയ്ത് തെറ്റാണെന്നുള്ള രീതിയിലുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നത്. അതിനുവേണ്ടി പരിണാമപരമായിട്ട് ഇങ്ങനെയാണ്, സ്ത്രീകൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പരിണാമപരമായിട്ട് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ മിസോജിനൊക്കെ പരത്തുന്നതാണ് നമ്മൾ കണ്ടത്. അത് മാത്രമല്ല, ആ ഒരു ഓഡിയോ അൺമാസ്കിങ് അനോമലീസ് പോലുള്ള ടീമുകളെടുത്ത് ഞങ്ങളും ഇത് തന്നെയാണല്ലോ പറഞ്ഞത് ചേട്ടാ, അനിയ എന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് യുണൈറ്റ് ഫോർ മിസോജിനി എന്നുള്ള രീതിയിലേക്ക് കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ ദൈവത്തിന്റെ പേരിൽ പറഞ്ഞപ്പോൾ, ദൈവത്തിന്റെ പേരിലും ശാസ്ത്രത്തിന്റെ പേരിലും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റൂല, അപ്പൊ ഞങ്ങളെ കുറ്റം പറഞ്ഞു, ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണു? ശാസ്ത്ര പ്രചാരകർ തന്നെ പറഞ്ഞില്ലേ എന്നുള്ളതാണ് അവരുടെ വാദം. അതെ. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് നമ്മൾ. രാജേഷ് ഇതിന് പറയാനുള്ള എന്തൊക്കെയാണ്? രാജേഷിൻ്റെ ഒരു അനാലിസിസ് എന്താണ് ഇതിൽ? എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, പ്രതീക്ഷ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എവിഡൻസ് വെച്ച് സംസാരിക്കുന്നു എന്ന് കരുതുന്ന ആൾക്കാർ ഇത് പറയുമ്പോൾ സർപ്രൈസിങ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം എനിക്കിത് അത്ര സർപ്രൈസിങ് അല്ല ആക്ച്വലി. കാരണം ഈ ഒരു ബിഹേവിയർ, ഈ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ കുറെ കാലങ്ങളായി കാണുന്നത് കൊണ്ടാണ്. കാരണം നിരീശ്വരവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പുരോഗമനവാദമാണെന്നുള്ളൊരു തെറ്റായ ധാരണ നമുക്കുണ്ട്. നിരീശ്വരവാദം എന്നത് മാത്രം, നിരീശ്വരവാദം നല്ലൊരു കാര്യമാണ്, ഒരു റാഷണൽ പൊസിഷനാണ്. ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ സംബന്ധിച്ച് വിശ്വാസികളിലേക്കാൾ ബെറ്റർ ഒരു റാഷണൽ പൊസിഷനാണ്, അത് സമ്മതിക്കാം. പക്ഷെ അതുകൊണ്ട് ഒരു വ്യക്തി ഒരു ഹ്യൂമനിസ്റ്റോ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലെ, അയാളുടെ ധാരണകളിൽ ഒരു എത്തിക്സ് പുലർത്തുന്ന ആളാവണം എന്ന ഒരു നിർബന്ധവും ഇല്ല. ദൈവത്തിന്റെ ഒരേ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു റാഷണൽ പൊസിഷൻ എടുക്കുന്നു എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ. പക്ഷെ നമുക്ക് പൊതുവിൽ നമ്മൾ ഒരു എത്തീസ്റ്റ് എന്ന് പറയുമ്പോൾ പുരോഗമന ചിന്താഗതിക്കാരൻ എന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ട്. ആ ധാരണ നമ്മൾ തിരുത്താൻ തയ്യാറാവണം. കാരണം ഒരു എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം ഒരാളെ നമുക്ക് അയാൾ ഏത് തരം വ്യക്തിയാണോ, അയാളൊരു വംശീയവാദിയാണോ, അയാൾ വർഗീയവാദിയാണോ, അയാളൊരു സ്ത്രീ വിരുദ്ധനാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ആവാം. അതൊക്കെ ആകുമ്പോൾ തന്നെ ഒരാൾക്ക് എത്തീസ്റ്റ് ആവാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ എത്തീസത്തിനെയും യുക്തിവാദം അല്ലെങ്കിൽ റാഷണലിസം അല്ലെങ്കിൽ ഒരു എത്തിക്കൽ റാഷണലിസം, ഹ്യൂമനിസം എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് വേർതിരിച്ച് കാണണ്ട. ഒരു എത്തീസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഒരു എത്തിക്കൽ റാഷണലിസം പൊസിഷനിലേക്ക് പോകാൻ ഒരുപാട് ദൂരം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് എത്തീസം പറയുന്നത് ഒരു പുരോഗമനവാദമാണെന്നോ അതൊരു നവോത്ഥാന പ്രക്രിയയാണെന്നോ ഞാൻ കരുതുന്നു. അത് നല്ല കാര്യമാണ്. നമ്മളുടെ ഒരുപാട് അന്ധവിശ്വാസ അനാചാരം ഉള്ള ഒരു നാട്ടിൽ എത്തീസം പ്രചരിപ്പിക്കേണ്ട അതിൻ്റെ ഒരു പ്രസക്തിയുണ്ട്. പക്ഷെ അതുകൊണ്ട് ആ വ്യക്തി എല്ലാ മേഖലകളിലും ഒരു നല്ലൊരു ഉത്തമ പുരുഷനാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അത് സർപ്രൈസിങ് അല്ല. അപ്പോൾ നമുക്ക് ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഈ എത്തീസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഡോക്കിൻസ്, സാം ഹാരിസ് മുതലായവരാണ്. പക്ഷെ ഡോക്കിൻസിന്റെ ഒക്കെ ഒരു ട്രജക്ടറി എന്ന് പറയുന്നത് ഈ എത്തീസവും ശാസ്ത്രവും പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അതിഭീകരമായ ട്രാൻസ്ഫോബിയ, സെക്സിസം ഒക്കെ പറഞ്ഞ്, അത് മാത്രമല്ല ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റുകളുടെ കൂടെയാണ് ഇപ്പോൾ വേദി പങ്കിടുന്നത്. അവരുടെ അടുത്താണ് പുള്ളി മോർ കംഫർട്ടബിൾ. തീവ്ര വലതുപക്ഷവാദികളുടെ പോഡ്കാസ്റ്റുകളിലൊക്കെയാണ് ഡോക്കിൻസ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. പുള്ളിയുടെ അഭിപ്രായത്തിൽ വെസ്റ്റേൺ സിവിലൈസേഷനെ പുറത്തുനിന്നുള്ള ഇസ്ലാം
വന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യൻ മറ്റേ അയൻ ഹെർസിയലി ചെയ്തതുപോലെ ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ് ക്രിസ്ത്യൻ കൾച്ചർ നമ്മൾ പൊക്കിപ്പിടിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ പോലുമാണ് ഇപ്പോൾ പെരുമാറുന്നത്. അപ്പോൾ ഒരു നിരീശ്വരവാദി ആയതുകൊണ്ട് വലതുപക്ഷവാദി അല്ലാതെ ഒന്നും ആയി മാറുന്നില്ല. അതുകൊണ്ട് നിരീശ്വരവാദം ഇസ് നോട്ട് ദ യാർഡ് സ്റ്റിക് ടു മെഷർ വൺസ് എത്തിക്കൽ പൊസിഷൻ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി. നമുക്ക് ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ, ഇവിടെ നമുക്കറിയാം ഒരു നിരീശ്വരവാദ പ്രചരണം ഒക്കെ നടത്തുന്ന, നല്ല പ്രഭാഷണങ്ങൾ നടത്തുന്ന, ഒരു ദൈവത്തിന്റെ പരിണാമം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ വളരെ രസകരമായ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ടോമി സെബാസ്റ്റ്യനാണ് ഈ ഹണിറോസ് വിഷയത്തിൽ എവല്യൂഷണറി സൈക്കോളജി എന്നുള്ളൊരു സംഗതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കുറച്ച് ശാസ്ത്രം ഒക്കെ മിക്സ് ചെയ്ത് മിസോജിനി വാരി വിതറിയത്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. അവിടെ എവല്യൂഷണറി സൈക്കോളജി എന്ന് പോലും പറയുന്നില്ല, ഞാൻ പരിണാമം പറയുന്നു എന്നാണ് പറയുന്നത്. പരിണാമത്തെയാണ് ഒരു എവല്യൂഷണറി സൈക്കോളജി ആണ്. നമുക്കറിയാതെ എവല്യൂഷണറി സൈക്കോളജി എന്നുള്ള സംഭവങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിലും, പക്ഷെ പുള്ളി അത് സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ പരിണാമം പറയുന്നു, സയൻസ് പറയുന്നു എന്നാണ്. അത് അൺമാസ്കിംഗ് അനോമലീസ് പോലുള്ള ആൾക്കാർ കൃത്യമായി ഇത് എവല്യൂഷണറി സൈക്കോളജി, ഇതെല്ലാം ഞങ്ങളും പറഞ്ഞത് എന്നാണ് അവരും പറയുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കിതൊരു തമാശയായിട്ട് തോന്നും. കാരണം ഇവര് രണ്ടുപേരും ഒരേ ബോട്ടിലാണ് സഞ്ചരിക്കുന്നത്. ഇതിപ്പോ ഈ ഒബ്വിയസ് മിസോജിനി മാറ്റി വെച്ചാൽ ഇവർ രണ്ടുപേരും അവിടെ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഒരാള് ദൈവത്തിന്റെ റീസണിങ് വെച്ചിട്ട് സ്ത്രീകൾ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം എന്ന് പറയുന്നു. മറ്റേയാള് പരിണാമത്തിന്റെ കാര്യവും ശാസ്ത്രമൊക്കെ പറഞ്ഞ് സ്ത്രീകൾ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം എന്ന് അവരും പറയുന്നു. അപ്പൊ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഇത് തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമുക്കിത് ഈ സ്യൂഡോ സയൻസ് യൂസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മതവിശ്വാസികൾ മാത്രമല്ല, മതവിശ്വാസം ഇല്ലാത്തവരും സ്യൂഡോ സയൻസ് യൂസ് ചെയ്യുന്നതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ജെൻഡർ സംബന്ധമായ വിഷയങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ഡോക്കിൻസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ ട്രാൻസ്ജെൻഡർ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പറയുന്നത് ഞാനൊരു പട്ടിയായിട്ട് ഐഡന്റിഫൈ ചെയ്ത അത് ഓക്കെ ആണോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വളരെ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള, അത് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്യൂഡോ സയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ബയോളജി എന്ന് പറയുന്നത് ഇതാണ്, രണ്ട് സെക്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഡോക്കിൻസ് പറഞ്ഞു നടക്കുന്നത്. ബയോളജിക്കൽ മാത്രമായിട്ടല്ല നമ്മൾ ഈ വിഷയങ്ങളെ സമീപിക്കേണ്ടതെന്നും ജെൻഡർ എന്താണ് എന്നൊക്കെ ഉള്ളതും പുള്ളിക്ക് അത് നോക്കേണ്ട, അത് പഠിക്കേണ്ട ഒരു താല്പര്യമേ ഇല്ലാത്ത പോലെയാണ് പറയുന്നത്. അപ്പം ശരിക്കും ഇങ്ങനെയുള്ള LGBTQ വിഷയങ്ങളിലൊക്കെ ശാസ്ത്രത്തിനെ ഉപയോഗിച്ച് ശരിക്കും ട്രാൻസ്ഫോബിയ, ക്യൂർഫോബിയാണ് ഇവർ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ശാസ്ത്രത്തിനെ നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, നമ്മളുടെ ബയസിനനുസരിച്ച് തെറ്റായി പ്രചരിപ്പിക്കുന്ന രീതി ഈ മതമൗലികവാദികൾ മാത്രമല്ല ചില നിരീശ്വരവാദികളും ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കൗണ്ടർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആര് ചെയ്താലും അത് തെറ്റാണെന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ഇസ്ലാമിക മതമൗലികവാദികളായ മറ്റേ അൺമാസ്കിംഗ് അനോമലീസും അവർ പറയുന്ന എവല്യൂഷണറി സൈക്കോളജിയും ടോമി സെബാസ്റ്റിനെ പോലെയുള്ള സ്വതന്ത്ര ചിന്തകർ തെളിവുകൾ നയിക്കട്ടെ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആൾക്കാർ പറയുന്ന എവല്യൂഷണറി സൈക്കോളജിയും ഫലത്തിൽ സ്ത്രീകളെ പോലീസ് ചെയ്യുന്ന, സെക്സിസം പ്രചരിപ്പിക്കുന്ന ഒരു സ്യൂഡോ സയൻസ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പല വിഭാഗം ആൾക്കാരും ഇങ്ങനെ എവല്യൂഷണറി സൈക്കോളജി ഉപയോഗിച്ച് സെക്സിസം പറയുന്നത്, അതിനകത്തെ തെറ്റുകൾ എന്താണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു എവല്യൂഷണറി സൈക്കോളജിയെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് റിഡക്റ്റീവ് തയ്യാറാക്കുന്നത്, അതിനകത്ത് ഡീബങ്ക് ചെയ്യാൻ, അതിനകത്തെ പ്രശ്നങ്ങൾ പറയാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കതിന്റെ സാമൂഹിക വശങ്ങളെ കുറിച്ച് കൂടുതൽ പറയാം, അതിന്റെ സയന്റിഫിക് ലിറ്ററേച്ചറും കാര്യങ്ങളും പുറകെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്കിത് ഇത് പ്രൈമറിലി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ അൺമാസ്കിംഗ് അനോമലീസിന്റെ വാദം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ മോഡസ്റ്റ് ആയിട്ട് വസ്ത്രം ധരിക്കണം. കാരണം ആണുങ്ങൾ വിഷ്വലി സ്റ്റിമുലേറ്റഡ് ആകും. അതുകൊണ്ട് സ്ത്രീകൾ മോഡസ്റ്റ് ആയിട്ട്, ഇതാണ് മതഗ്രന്ഥങ്ങളിലുള്ള, ഇതുകൊണ്ടാണ് ഹിജാബും പർദ്ദയും ഒക്കെ ധരിക്കേണ്ട ആവശ്യം. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ബയോളജിക്കലി എവല്യൂഷണറി സൈക്കോളജി അനുസരിച്ച് ആണുങ്ങൾക്ക് ഇങ്ങനെ ഈ എന്താണ് തുറന്നു വെച്ച മുട്ടായി ഈച്ചയായിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സംഭവം വെച്ചിട്ട് സ്ത്രീകൾ പർദ്ദ ധരിക്കണം, സ്ത്രീകൾ ഇന്ന രീതിയിൽ ധരിക്കണം, ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യണം, അവരെ നിയന്ത്രിക്കാനുള്ള ആ മതമൗലിക ശ്രമമാണ് എവല്യൂഷണറി സൈക്കോളജി എന്നുള്ള ഒരു സയൻസിന്റെ പേരിൽ അവർ പുറത്തേക്ക് വിടുന്നത്. ഇവിടെ ടോമി സെബാസ്റ്റ്യൻ പറഞ്ഞ വാദങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ടോമി സെബാസ്റ്റ്യൻ പറഞ്ഞ എസെൻഷ്യലി ഒരു വാചകമുണ്ട്, അത് വളരെ രസമുള്ള ഒരു വാചകമാണ്. ഹണിറോസിനെ പോലെയുള്ള ആൾക്കാർ ചെയ്യുന്നത് എവല്യൂഷനെ ചീറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അതെങ്ങനെ, ഇത് ദൈവനിന്ദ എന്നൊക്കെ പറയുന്നത് പോലെ എവല്യൂഷനെ ചീറ്റ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ എവല്യൂഷൻ എന്തോ വിഷമാണെന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ വാദം എന്താണെന്ന് വെച്ചാല്, ഈ എവല്യൂഷൻ പ്രകാരം നമുക്ക് മനുഷ്യർക്ക് ചില ട്രെയ്റ്റ്സ് ഉണ്ട്. അപ്പൊ അതില് ഈ പുരുഷന്മാർക്ക് ഒരുപാട്
പുള്ളിയുടെ വാക്കുകൾ ഒരു ദിവസം ലക്ഷക്കണക്കിന് ബീജം ഉണ്ടാകും. അത് തെറ്റാണ്, നമ്പർ തെറ്റാണ്, അത് പോട്ടെ, തെറ്റിപ്പോയതായിരിക്കാം. ഓരോ ദിവസം ലക്ഷക്കണക്കിന് ബീജങ്ങൾ ഉണ്ടാക്കുന്നു. സ്ത്രീകൾ മാസത്തിൽ ഒരു എഗ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ ഇത് പ്രിസർവ് ചെയ്യാൻ നോക്കുന്നു. സ്ത്രീകൾ കൂടുതൽ ചൂസി ആയിരിക്കും. പക്ഷെ പുരുഷന്മാർ ഇത് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നു. അതുകൊണ്ട് അവർ കുറച്ചും കൂടി എല്ലായിടത്തും, അല്ലെങ്കിൽ റേപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ പോലും തയ്യാറാകുന്നു എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. റേപ്പ് എന്ന് പറയുന്നത് ഒരു നോർമൽ എവല്യൂഷണറി ട്രേറ്റ് ആണ് റേപ്പ്. ഈവൻ റേപ്പ് മാത്രമല്ല, റേപ്പിന് നിന്ന് കൊടുക്കുക എന്നുള്ളതും സ്ത്രീകളുടെ ഒരു എവല്യൂഷണറി ട്രേറ്റ് ആണെന്നുള്ള തെറ്റായ വ്യാജ ഒരു എവിഡൻസിന്റെ ബാക്കപ്പ് ഇല്ലാത്ത ഒരു ക്ലെയിം ഒക്കെ പറയുന്നുണ്ട് ടോമി സെബാസ്റ്റ്യൻ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പരിണാമപരമായി നമുക്ക് ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ട്. അത് പ്രകാരം ആണുങ്ങൾക്ക് ഒരു ഐ ക്യാൻഡി സംഗതിയാണ് ഹണി റോസ് ചെയ്യുന്നത്. അത് ചീറ്റിംഗ് ആണെന്ന്. അത് പുരുഷന്റെ ബലഹീനതയെ, പരിണാമപരമായ ചില ബലഹീനതകളെ ചീറ്റ് ചെയ്ത് കാശുണ്ടാക്കുന്ന പരിപാടിയാണ്. അത് തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു വിഭാഗം ദൈവത്തിനെ ഉപയോഗിക്കുന്ന പോലെ മറു വിഭാഗം എവല്യൂഷനെ ഉപയോഗിക്കുകയാണ് ഇങ്ങനെ സ്ത്രീകളെ പോലീസ് ചെയ്യാൻ വേണ്ടി, സദാചാര പോലീസ് കളിക്കാൻ. അതാണ് അവിടുത്തെ രസകരമായ കാര്യം. ഒരു വിഭാഗം പറഞ്ഞത് ദൈവം മനുഷ്യരെ ഇങ്ങനെ സൃഷ്ടിച്ചു, ദൈവം ആണുങ്ങളെ ഇങ്ങനെയും പെണ്ണുങ്ങളെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ, മറ്റു പറഞ്ഞ് പരിണാമം ആണിനെ ഇങ്ങനെയും പരിണാമം സ്ത്രീകളെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. ലൈക്ക് ബോത്താർ, ഒരാൾ ദൈവത്തെ മാറ്റി പരിണാമത്തെ വെക്കുന്നു എന്നതിനപ്പുറം അവിടെ നമുക്ക് പ്രത്യേകിച്ചൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ല. രണ്ടിൻ്റെയും ഫലം എന്ന് പറയുന്നത് മിസോജനിസ്റ്റിക് ആയിട്ടുള്ള സമൂഹത്തിലെ മിസോജനി നിൽക്കുകയും സ്ത്രീവിരുദ്ധം നിൽക്കുകയും സ്ത്രീകളെ അടിച്ചമർത്തുന്നൊക്കെ ഒരാൾ ദൈവത്തിന് അപ്പീൽ ചെയ്യുന്നു, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വേറൊരാൾ പരിണാമത്തിൽ അപ്പീൽ ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അതെ, ഈ നിരീശ്വരവാദികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം. അവർ ശാസ്ത്ര പ്രചരണം അവരുടെ ഒരു വലിയൊരു ആയുധമാണ്, വിച്ച് ഇസ് വെരി ഗുഡ്, അത് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ശാസ്ത്ര പ്രചരണം എന്ന് പറയുമ്പോഴും ഒരു 90% ശാസ്ത്ര പ്രചരണവും എവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ശാസ്ത്ര പ്രചരണങ്ങളാണ്. ശാസ്ത്രത്തിൽ എവല്യൂഷൻ മാത്രം അല്ല ശാസ്ത്രത്തിലുള്ളത്. ശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പല പല മേഖലകളുണ്ട്. പക്ഷെ എവല്യൂഷന് വേണ്ടിയാണ് പ്രധാനമായും നിരീശ്വരവാദികൾ കൂടുതൽ സമയവും എനർജിയും സ്പെൻഡ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാം, കാരണം അത് വിശ്വാസികളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ എവല്യൂഷൻ എന്ന ശാസ്ത്ര സത്യത്തിനെ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് അങ്ങ് ഉപയോഗിക്കുകയാണ്. അത് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. അതായത് എല്ലാം ദൈവത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം എവല്യൂഷൻ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ പല്ല് തേക്കുക എന്ന് പറയുന്ന പ്രക്രിയ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എവല്യൂഷണറി സൈക്കോളജി പ്രകാരമാണെന്ന് വേണമെങ്കിൽ പറയാം. പല്ല് തേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ വേണം പറയാം, പല്ല് തേച്ചിട്ട് നമ്മൾക്ക് വായ്നാറ്റം ഒഴിവാക്കാനാണ്. കാരണം വായ്നാറ്റം ഉണ്ടെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണറിനെ നമുക്ക് കിട്ടാതെ വരും. അല്ലെങ്കിൽ പല്ല് തേച്ചില്ലെങ്കിൽ പല്ലിന്റെ ആരോഗ്യം പോയി പല്ല് കൊഴിഞ്ഞു പോയിട്ട് നമ്മുടെ സർവൈവലിൽ നടക്കില്ല. അത് എവല്യൂഷണറി സൈക്കോളജി പ്രകാരമാണ് നമ്മൾ പല്ല് തേക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതിനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ എന്തിനാണ് സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് ചോദിച്ചാൽ, അത് പരിണാമപരമായ ഒരു ട്രേറ്റ് ആണ്. പണ്ട് നമ്മൾ ഹണ്ടർ ആയിരുന്നപ്പോൾ ആദ്യം ഓടിയെത്തുന്നവനാണ്, ഡെസ്റ്റിനേഷനിൽ ആദ്യം ഓടിയെത്തുന്നവനാണ് ഇരയെ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സ്പീഡിലൊക്കെ പോകാൻ ചിലർക്ക് ഒരു ടെൻഡൻസി ഉള്ളത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ ഇത് പ്രധാനമായിട്ടും സെക്സിസ്റ്റ്, അതായത് ജെൻഡർ റോൾസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പ്രധാനമായിട്ട് പറയാറുള്ളത്. ഉദാഹരണത്തിന് സ്ത്രീകൾ, ഈ ഹണ്ടർ ഗ്യാദറേഴ്സിൽ സ്ത്രീകൾ ഗ്യാദറേഴ്സും ആണുങ്ങൾ ഹണ്ടേഴ്സും ആണെന്നുള്ള ഒരു നോഷൻ ഉണ്ട്. അതിന് കൗണ്ടർ എവിഡൻസ് ഒരുപാടുണ്ട്. അത് സ്റ്റിൽ ഡിബേറ്റബിൾ ആണ്. സ്ത്രീകൾ ഗ്യാദറേഴ്സ് ആണ് മെയിൻലി. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഈ കാട്ടിലൊക്കെ ചുമപ്പ് കായ്കനികളൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ പാറ്റേൺ റെക്കഗ്നിഷൻ അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് വീട്ടിൽ ഒരു സാധനം എവിടെ ഇരിക്കുന്നു എന്ന് ഒരു സ്ത്രീക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെ എന്ന് വേണ്ട, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും നമുക്ക് എവല്യൂഷണറി സൈക്കോളജി ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പണ്ട് നമ്മൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ, ഇതൊരു പാറ്റേൺ സീക്കിംഗ് ബിഹേവിയർ മാത്രമാണ്. ഇത് പലപ്പോഴും ആദ്യം ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ട എവിഡൻസസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു തെറ്റായ ഒരു രീതിയിലുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും നടത്തുന്നത്. എങ്ങനെയെങ്കിലും ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. ഒരു റിഡക്ഷനിസ്റ്റ് വ്യൂ ആണ്. എല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളെയും പരിണാമത്തിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോമഡി ആയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ കണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്വതന്ത്ര ചിന്തകർ ഈ പരിണാമത്തെക്കുറിച്ചൊക്കെ പല സ്ഥലങ്ങളിൽ പ്രഭാഷണം നടത്തുന്ന ഒരു സ്വതന്ത്ര ചിന്തകൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാളെന്ന് കമൻറ്റ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സർ, മനുഷ്യർ മ്യൂസിക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ പരിണാമപരമായിട്ടൊരു വിശദീകരണം തരാമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, ചില മതവിശ്വാസികൾക്ക്
ഞാനിത് ചെയ്യണോ, ഇത് ഹലാലാണോ ഹറാമാണോ, അല്ലെങ്കിൽ ദൈവവിധി എന്താണ്, ഇതിൽ നമ്മുടെ ഖുറാനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്ന മാതിരി ചില ആളുകൾക്ക് മനുഷ്യൻ മ്യൂസിക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പരിണാമപരമായ ഒരു വിശദീകരണമാണ് അവർക്ക് വേണ്ടത്. അല്ലാതെ ഇതിൽ സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സമൂഹം ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ അവിടെ നടക്കുന്ന റിലേഷൻ എന്താണ് എന്നതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു തവണ കേട്ടതാണ് അത്, ഈ താടി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ. അപ്പോൾ താടി ഉണ്ടാകുന്നത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് പരിണാമപരമായ ഒരു കാര്യം. അപ്പം പരിണാമപരമായി ഹാഫ് ഓഫ് ദ പോപ്പുലേഷന് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടണ്ടെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. അപ്പോ ഈ നമുക്ക് ഇത് അതുണ്ട്, അതെനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. താടിയുള്ളവരാണല്ലോ വെളിയിൽ പോകുന്നത്, ഹണ്ടർ ഗ്യാദേഴ്സിൽ. അതെ, അതാണ് എക്സ്പ്ലനേഷൻ. അത് വീട്ടിലിരിക്കുന്നവർക്ക് അത്ര തണുപ്പില്ല എന്നുള്ള, അവര് തീയുടെ അടുത്താണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ നോക്കി വീട്ടിൽ ഇരിക്കുന്നവർക്ക് തണുപ്പിന്റെ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ല, ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചിലതൊക്കെ ഹാഫ് ട്രൂത്ത്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പം അത് സത്യമാണ്. ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ബയോളജിക്കൽ റീസൺസ് ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ബയോളജിക്കൽ റീസൺസ് പല കാര്യത്തിലും പല ബിഹേവിയറിലും ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ എല്ലാ പ്രവൃത്തിയും നമുക്ക് ഈ ഒരു ലെൻസിലൂടെ മാത്രം കാണുന്ന ഒരു തെറ്റായ പ്രവണതയാണെന്നുള്ളതാണ് പോയിന്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ടോൾ ക്ലെയിംസ് പറയുമ്പോൾ, അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ റേപ്പ് ഇസ് നാച്ചുറൽ എന്നൊക്കെയുള്ള നോഷൻസ് പറയുമ്പോൾ, അതും ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് നോക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന കോണ്ടെക്സ്റ്റിൽ വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള റിമാർക്കാണ് ഇതൊക്കെ. റേപ്പ് വളരെ നാച്ചുറൽ ആണെന്ന് പറയേണ്ട ഒക്കേഷൻ അതല്ല. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ, ഈ സയന്റിഫിക്കലി അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്നത് പോലും ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ ഇൻസെൻസിറ്റീവ് ആണ് അതിന്റെ വിക്ടിംസിനോട് കാണിക്കുന്നത്. റേപ്പിന് നിന്ന് കൊടുക്കുന്നത് പോലും എവല്യൂഷണറി ട്രീറ്റ് ആണെന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് മിസോജിനി അറ്റ് ഇറ്റ്സ് പീക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് സ്യൂഡോ സയൻസ് ആണ്. ഇങ്ങനെ ഈ പീഡനത്തിന് നിന്ന് കൊടുക്കാനുള്ള എവല്യൂഷണറി ട്രൈറ്റ് ഉണ്ടെങ്കിൽ, അതിന് അങ്ങനെ ഒരു ഫീനോടൈപ്പ് ഉണ്ടെങ്കിൽ അതിനൊരു ജീനോടൈപ്പ് അതിന്റെ ബിഹൈൻഡ് ഉണ്ട്. നമ്മളുടെ ഒരു ജനറ്റിക്കലി അങ്ങനെ നമുക്കൊരു ട്രൈറ്റ് അക്വയർ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നിൽ ചില ജനറ്റിക് കമ്പോണൻസ് ഉണ്ട്, ചില ജനറ്റിക് ഗ്രൂപ്പ്സ് അതിന്റെ പുറകിൽ ഉണ്ടായിരിക്കണം, ക്ലസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. ബ്രിങ് എവിഡൻസ്, ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറയുന്ന ആൾക്കാരല്ലേ ഇവരൊക്കെ. ബ്രിങ് എവിഡൻസ്, അങ്ങനെ ഒരു ട്രൈറ്റ് ഉണ്ടെന്നുള്ളതിന്റെ എവിഡൻസ് കൊണ്ടുവരൂ. അതാണ് ഞാൻ പറയാനുള്ളത്. വെറുതെ നമുക്ക് നമ്മളുടെ സെക്സസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള സോഷ്യൽ ഇഷ്യൂസ് നടക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് എവല്യൂഷണറി സൈക്കോളജി തിരിക്കുന്നത് ഇറ്റ്സ് സെക്സിസം. അത് മതവിശ്വാസികളിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല എന്നുള്ളതാണ് വാസ്തവം. അത് തന്നെയാണ് അൺമാസ്കിങ് അനോമലീസ് ഇത്രയും നാളും ചെയ്യുന്നത്. അവരുടെ സെക്സിസ്റ്റ് മിസോജനിസ്റ്റിക് ഐഡിയാസ് പുഷ് ചെയ്യാൻ വേണ്ടി സയൻസിനെയും റിലീജിയനെയും ഒക്കെ പിടിച്ച് അവർ ഉപയോഗിക്കുന്നുണ്ട്. സെയിം സംഭവം ഇവിടെ നടക്കുകയാണ്, ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ആളുകളിൽ നടക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വോക്കിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാപ്പയും കിട്ടാറുണ്ട്. അതാണ് ആണല്ലോ, കുഴപ്പമില്ല. അതെ, അത് ഇതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. ഈ മതവിശ്വാസികളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരല്പം വിഭിന്നമായി ഇങ്ങനെയുള്ള ശാസ്ത്ര പ്രചാരകർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് ഇത് പറയുമ്പോൾ ഒരല്പം വ്യത്യാസമുണ്ട്. കാരണം അവർ പലപ്പോഴും പറയും, ഞങ്ങൾ ഫാക്റ്റുകളെ പ്രസന്റ് ചെയ്യുകയാണ്, ഞങ്ങൾ വാട്ട് ഇസ് എന്നാണ് പറയുന്നത്, വാട്ട് ought to be എന്നല്ല പറയുന്നത് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് ടോമി സെബാസ്റ്റ്യന്റെ പോസ്റ്റിലാണെങ്കിലും റേപ്പ് വളരെ നാച്ചുറൽ ആണ് എന്ന് ഒരു 2-3 പാരഗ്രാഫിൽ വിവരിച്ചതിന് ശേഷം അവസാനം ഒരു സെന്റൻസിൽ പറയുന്നുണ്ട്, നമ്മൾ പക്ഷെ ഒരു സ്ഥിരതയുള്ള ഒരു സമൂഹം വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കൗണ്ടർ ചെയ്യണം എന്ന് ഒരു സെന്റൻസിൽ എഴുതുന്നുണ്ട്. അപ്പം അങ്ങനെ ought to be അങ്ങനെയാണെന്ന് പറയുന്നില്ല, വാട്ട് ഇസ് എന്നാണ് വിവരിക്കുന്നത് എന്നാണ് ഇവരുടെ അവകാശവാദം. അതായത് ഞങ്ങൾ പ്രകൃതിയിൽ ഇപ്പം പരേറ്റോ പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുമ്പോൾ, പരേറ്റോ പ്രിൻസിപ്പിൾ പ്രകാരം ചില മനുഷ്യർക്ക് 20% ആൾക്കാർ കൂടുതൽ കഴിവുള്ളവരായതുകൊണ്ട് അവർ കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുന്നു, 80% ആൾക്കാർ കഴിവില്ലാത്തവരായതുകൊണ്ട് അവർക്ക് അത്ര പണമില്ല. എന്നിട്ട് പറയും അങ്ങനെ ആവണം എന്നല്ല പറയുന്നത്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മളുടെ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഈ ഈസ് ഓട്ട് ഫാലസി ഞങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ വാട്ട് ഓട്ട് ടു ബി എന്ന് ഞങ്ങൾ പറയുന്നതേ ഇല്ല എന്നുള്ളൊരു വാദമാണത്. പക്ഷെ എങ്കിലും നമുക്ക് ചില ഒക്കേഷൻസ് ഉണ്ട്, നമുക്ക് ഫാക്റ്റുകൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിലും ഒക്കേഷൻസ് അനുസരിച്ച് വേണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ അല്ല പീഡനത്തിന് നിന്ന് കൊടുക്കുന്നത് ഒരു എവല്യൂഷണറി ട്രൈറ്റ് ആണ് എന്ന് പറയേണ്ടത്. അവിടെ വാട്ട് ഇസ് എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമായ ഇന്റൻഷനോടുകൂടിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പം വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സംഘപരിവാർ ആൾക്കാരൊക്കെ പലപ്പോഴും ഗോഡ്സെ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാറുണ്ട്. ഗോഡ്സെ
ഇതൊക്കെ ചെയ്തതിന് കാരണം ഗാന്ധിജി അങ്ങനെ ചെയ്തു, ഗാന്ധിജി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയും. എന്നിട്ട് ഇതൊക്കെ ഫാക്ച്വലാണ്. ഇതൊക്കെ ഫാക്ച്വൽ അല്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. എങ്കിലും ഇതൊക്കെ ഫാക്ച്വലാണ്. ഗാന്ധിജി മുസ്ലിം പ്രീണനം നടത്തി, അത് ചെയ്തു, ഇത് ചെയ്തു. ഫാക്റ്റുകളാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. കൊലപാതകത്തിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല, പക്ഷെ ഗോഡ്സെയുടെ ഫാക്റ്റുകളാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ അവതരിപ്പിക്കാറുണ്ട് ഈ സംഘപരിവാർ അനുകൂലികൾ. പക്ഷെ നമ്മൾ ഇവരോടൊപ്പം തിരിച്ചു ചോദിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒസാമ ബിൻ ലാദൻ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചല്ലോ. അപ്പൊ ഒസാമ ബിൻ ലാദനും കുറെ കാരണങ്ങളുണ്ടായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വം, അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ കുറെ പ്രശ്നങ്ങൾ, അമേരിക്കയുമായി തുടക്കത്തിൽ നല്ല രീതിയിൽ സൗഹൃദത്തിലായിരുന്നു ഒസാമ ബിൻ ലാദൻ, അവരുമായി തെറ്റിയ കഥ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒസാമ ബിൻ ലാദൻ, പിന്നെ മതം ഒരു ഫാക്ടറാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒസാമ ബിൻ ലാദന് പറയാറുണ്ട്. ഒസാമ ബിൻ ലാദന്റെ ന്യായത്തിനെ കുറിച്ച് ഇവർ പ്രസംഗിക്കോ ഈ സംഘപരിവാറുകാര്? ഇല്ലല്ലോ. ഒസാമ ബിൻ ലാദൻ ചെയ്തത് ഇത്, ഞങ്ങൾ അതിനെ ന്യായീകരിക്കുകയല്ല, ഞങ്ങൾ ഫാക്ടുകൾ മാത്രമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഒസാമ ബിൻ ലാദന്റെ ന്യായത്തിന്റെ ഫാക്ടുകൾ പ്രസന്റ് ചെയ്യില്ലല്ലോ. അപ്പൊ ഈ ഫാക്ടുകൾ പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അത്ര നിഷ്കളങ്കമല്ല. അത് പറയേണ്ട ഒക്കേഷൻ ഉണ്ട്, ഫാക്ടുകൾ പറയേണ്ട ഒക്കേഷൻ ഉണ്ട്. ഈ എവല്യൂഷണറി സൈക്കോളജിയിൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഉണ്ടോ, എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നൊക്കെ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെയുള്ള സോഷ്യൽ ഇഷ്യൂസിന്റെ കാര്യത്തിൽ ഒരു ഭാഗത്തിനെ, നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ മകളെയോ ആരെങ്കിലും റോഡിൽ കമൻ്റ് അടിക്കുകയോ മോശമായി സംസാരിക്കുകയോ പറയുമ്പോൾ, അത് വന്ന് വീട്ടിൽ നിങ്ങളുടെ മകൾ വന്ന് വിഷമത്തോട് പറയുമ്പോൾ, പരിണാമപരമായിട്ട് നിനക്ക് ഒരു എഗ്ഗുണ്ട്, അവന് ഒരു ദിവസം ദശലക്ഷക്കണക്കിന് ഞാൻ ഫാക്ട് പറയുകയാണ്. അതെ, അവന്റെ സെക്ഷൽ ഡ്രൈവ് കൂടുതലായിരിക്കും, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ആ കാര്യമൊക്കെ ഉണ്ട് എന്ന് പറയില്ലല്ലോ നമ്മള്. അപ്പോ ഫാക്ടുകൾ പറയേണ്ട സ്ഥലം അങ്ങനെയല്ല ഫാക്ടുകൾ പറയേണ്ടത്. ഫാക്ട് ആണെങ്കിൽ അത് എൻ്റർലി ഫാക്ച്വൽ അല്ല, അത് വേറെ കാര്യം. പിന്നെ ഈ ടോമി സെബാസ്റ്റ്യന്റെ മറ്റൊരു വാദഗതി, അത് ഈ ഹണി റോസ് വിഷയമായിട്ട് എത്രത്തോളം എങ്ങനെയാണ് അത് ഒരുമിച്ച് വരുന്നത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. എങ്കിലും ടോമി സെബാസ്റ്റ്യന്റെ മറ്റൊരു വാദം ഇതാണ്. അത് ഈ നമ്മുടെ അത് നേരത്തെ ഞാൻ പറഞ്ഞ റേപ്പിന്റെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി എഴുതിയതാണ്. അതായത് മനുഷ്യരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അത് നമ്മളുടെ കോപ്പീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോപ്പി എക്സിസ്റ്റ് ചെയ്യുമല്ലോ. അപ്പം ജീവവർഗങ്ങളുടെ ഒക്കെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കോപ്പീസിനെ കൈമാറുക. അതാണ് എവല്യൂഷൻ, ഈ പരിണാമപരമായി നമ്മളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിന്റെ ലക്ഷ്യം കോപ്പീസ് ഉണ്ടാക്കുകയാണെന്ന് പറയുന്നത് അത്ര ശരിയല്ല. പരിണാമപരമായി ജനറ്റിക്കലി ജീവവർഗങ്ങൾക്ക് അങ്ങനെ ഒരു ട്രേറ്റ് ഉണ്ട്, കോപ്പീസ് ഉണ്ടാക്കുക. പക്ഷെ അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് നമ്മൾ മനുഷ്യർ കരുതുന്നതിൽ ഒരു അപാകതയുണ്ട്. ഈ മനുഷ്യർക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു മതാത്മക ചിന്തയാണ്. അതാണ് മതങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മതങ്ങളൊരു മതാത്മക ചിന്തയാണത്. അതെ, ഓരോരുത്തരുടെ ജീവിത ലക്ഷ്യം അവരവരെ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ നമുക്ക് കോപ്പീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇൻഗ്രീൻഡ് ആയിട്ടുള്ള സാധനം. നമുക്ക് ചില ഡ്രൈവ്സ് ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ എപ്പോഴും അത് നമ്മൾ, ഉദാഹരണത്തിന് സെക്സ് ചെയ്യുന്ന എല്ലാവരും എവറി സിംഗിൾ ടൈം ലെറ്റ്സ് മേക്ക് എ കോപ്പി എന്ന് പറഞ്ഞിട്ടല്ല സെക്സ് ചെയ്യുന്നത്. അത് എൻജോയ് ചെയ്യാനും കൂടി പ്രധാനമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ചിലർ കുട്ടികളെ ഉണ്ടാക്കണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ അതിന്റെ പ്ലഷർ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്സിൽ ഏർപ്പെടുന്നത്. അതാണ് നമ്മൾ സെക്ഷൽ ഡ്രൈവിന്റെ ഒരു പ്രധാന ഫാക്ടർ, കുട്ടികളെ ഉണ്ടാക്കാനല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ആന്റി നേറ്റലിസം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് കപ്പിൾസ് കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ ചില കല്യാണം കഴിക്കാതെ തന്നെ ഇരിക്കുന്ന പാർട്ട്നേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇത് സാമൂഹിക സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പണ്ട് കാലങ്ങളിൽ കുട്ടികൾ ഉണ്ടാക്കി തീരും, അല്ലെങ്കിൽ എന്തോ പ്രശ്നമാണ്, നമുക്കെന്തോ വൈകല്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള സാമൂഹിക ധാരണ ഉള്ള സമയത്താണ് ഈ കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത് ആ നോഷൻസ് ഒക്കെ മാറി വരികയാണ്. ഇത് മാറി വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം ഇതാണ്, എവല്യൂഷൻ വെച്ചിട്ട് നമ്മൾ കുട്ടികളെ ഉണ്ടാക്കടാ എന്ന് പറയുന്നത് ശരിയല്ല. അത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാദത്തിന്റെ ഒരു വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹൗ ഡു യു എക്സ്പ്ലെയിൻ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ശതമാനം ആൾക്കാരിൽ ഉള്ള ഒരു കാര്യമാണ് പോപ്പുലേഷനിൽ. ഇപ്പോ പല സർവേസും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഹോമോസെക്ഷൽ ഓർ ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുടെ ശതമാനം എന്ന് പറയുന്നത് 5 to 10% ഒക്കെയാണ് വരുന്നത്. പല സമൂഹങ്ങളും വേറെ രീതിയിലായിരിക്കും, എങ്കിലും ഒരു ആവറേജ് നോക്കി കഴിഞ്ഞാൽ 5 to 10% ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. സ്ട്രിക്ട്ലി ഹെട്രോസെക്ഷൽ എന്ന് പറയുന്നവർ ചില സ്ഥലത്ത് ജസ്റ്റ് 80% ഒക്കെ ഉള്ളൂ. പല സർവീസിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വലിയ നമ്പറാണ്. നമ്മുടെ എൻ്റയർ പോപ്പുലേഷന്റെ ഒരു 5% തന്നെ എടുത്തു. 5% എടുത്താൽ പോലും എൻ്റയർ പോപ്പുലേഷന്റെ 5% എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. അപ്പൊ ഇത്രയും അധികം ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ ജനറ്റിക് ട്രേറ്റ് ഇല്ലാതെ പോയത് എന്നുള്ളൊരു ചോദ്യം
കാരണം നമ്മളുടെ ജീവിതത്തെ മനുഷ്യരുടെ അവരെ ലക്ഷ്യം പരിണാമം എന്ന അള്ളാഹു പരീക്ഷിക്കുകയായിരിക്കും. അതെ, അതെ. അത് മനുഷ്യരുടെ ലക്ഷ്യം കോപ്പീസിനെ ഉണ്ടാക്കുക എന്നത് മാത്രമാണെങ്കിൽ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദിസ്? നമുക്ക് അങ്ങനെ ഈ അങ്ങനെ ഒരു ചിന്ത നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് ഈ ഒരേ ഒരു ഗോളാണ് ജീവിതത്തിനുള്ളത്. ലൈഫ്, എവ്രി ബയോളജിക്കൽ ലൈഫ് ഹാസ് ദിസ് ഇസ് ദ എൻറ്റയർ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് നമുക്ക് പറയുന്നത് തെറ്റായ ഒരു വാദമാണ്. എസ്പെഷ്യലി ഹ്യൂമൻസ്, ഒരു സൊസൈറ്റി ജീവിക്കുന്ന പല സോഷ്യൽ റിലേഷൻസിലൂടെ കടന്നു പോവുകയും ആ സോഷ്യൽ റിലേഷൻസിൽ ജനിക്കുകയും അതിലൂടെ പല സ്വഭാവങ്ങൾ അറിയിച്ചെടുക്കുന്ന മനുഷ്യൻ്റെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ. അതെ. പിന്നെ ഇതിനകത്ത് ഇത് നമ്മൾ വൈ ഓൾ ദിസ് ഇസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറേ ആൾക്കാർ ഈ ഒരു എവല്യൂഷണറി സൈക്കോളജി ഒക്കെ പറഞ്ഞ് പല കാര്യങ്ങളും സെക്സിസം അങ്ങനെയുള്ള അല്ലെങ്കിൽ റേസിസം ഇതൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടമെന്റലി അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ ഡാർവിനിസം എന്നുള്ളൊരു സംഗതി തന്നെയാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഹയറാർക്കി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ സൊസൈറ്റിയിൽ ചില ഹയറാർക്കീസ് ഉണ്ട്. അതിനെ തകിടം മറിക്കുന്ന ധാരണകളും ഐഡിയാസും വന്നു കഴിഞ്ഞാൽ അത് ശരിയല്ല. അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഹയറാർക്കീസ് എക്സിസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് നാച്ചുറൽ എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ജോർഡൻ പീറ്റേഴ്സിനെ പോലെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഈ നമ്മളുടെ ലോബ്സ്റ്റേഴ്സിൽ സെറട്ടോണിൻ ലെവൽ വെച്ചിട്ടാണ് ഡോമിനൻസ് കാണുന്നത്. അപ്പം സെറട്ടോണിൻ കൂടുതലുള്ളത് കൂടുതൽ ഡോമിനന്റ് ആയിരിക്കും, അല്ല കുറവുള്ളവർ സബ്മിസീവ് ആയിരിക്കും. ഒരു ഹയറാർക്കി നിങ്ങൾക്ക് അവിടെ കാണാം. അതേ ന്യൂറോ കെമിസ്ട്രിയാണ് മനുഷ്യരിലും ഉള്ളത്. അതുകൊണ്ട് മനുഷ്യരിലും ഹയറാർക്കി ഈസ് വെരി മച്ച് നാച്ചുറൽ എന്നൊക്കെ പറയാൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവര് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഈ നേച്ചർ വേഴ്സസ് നർച്ചർ എന്നുള്ള ഒരു ഡിബേറ്റ് ഉണ്ട്. മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകൾ ജനിതകപരമായി മാത്രമാണോ അതോ സാമൂഹികപരമായിട്ടാണോ എന്നുള്ളൊരു ഡിബേറ്റ്. ഇവര് ഇങ്ങനെ പറയുന്ന ആൾക്കാർ പ്രധാനമായിട്ടും വംശീയവാദികളും ഹയറാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകളാണ്. ഇങ്ങനെ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നേച്ചർ ഇസ് ദി ഓൺലി റീസൺ ഫോർ എവറിത്തിങ്. അവര് ബാക്കി ഒന്നിനെയും സാമൂഹിക സ്ഥിതി എന്താണ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഹോമോസെക്ഷുവാലിറ്റിയുടെ കാര്യം. ഈ ഹോമോസെക്ഷുവാലിറ്റിയുടെ പണ്ടത്തെ കാനഡയിലെ ഒരു 88 സർവേ ആണെന്ന് തോന്നുന്നു. ആ സർവേ നോക്കുമ്പം 1% ആൾക്കാരാണ് ഹോമോസെക്ഷൽസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ആ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു 5% സംവെയർ അറൗണ്ട് ഇട്ടാണ്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇത് ജനിതകപരമായി പെട്ടെന്ന് എന്തെങ്കിലും പരിണാമപരമായ ഒരു മാറ്റം സംഭവിച്ചൊന്നുമല്ല. ഇത് ആ സമയത്ത് അത് തുറന്നു പറയാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സമൂഹത്തിൽ കുറച്ചുകൂടി ടാബു ആയിരുന്നു. ഇന്നത് കുറച്ചും കൂടി മാറി. ഇന്ന് കുറച്ചും കൂടി സെക്ഷുവാലിറ്റി ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ആൾക്കാർ സർവേയിൽ ആത്മാർത്ഥമായി പറയുന്നു എന്നുള്ളത് മാത്രമാണ് അത് കാണിക്കുന്നത്. വേറെ ചിലർ പറയാറുണ്ട്, ഇത് LGBTQ കരിക്കുലം സ്കൂളിൽ കൊണ്ടുവന്നത് കൊണ്ട് എല്ലാവരും അങ്ങ് മാറിപ്പോവാണെന്നൊക്കെ പറയാറുണ്ട്. അത് നല്ല കാര്യം. അപ്പോൾ സമൂഹങ്ങൾ ഫ്രീ ആകുമ്പോൾ സെക്ഷുവാലിറ്റി ഓപ്പൺലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമ്പോൾ കൂടുതൽ ആൾക്കാർ അത് തുറന്ന് പറയുന്നു എന്നുള്ളത് മാത്രമാണ് കാര്യം. അല്ലെങ്കിൽ ഇത്ര ചെറിയൊരു ടൈം ഫ്രെയിമിൽ ഈ 88 നിന്ന് 2025 ഒരു സഡൻ മ്യൂട്ടേഷനോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ട് അതൊരു എവല്യൂഷണറി ട്രൈറ്റ് ഒന്നും അല്ല. അപ്പോൾ ഈ നേച്ചർ വേഴ്സസ് നർച്ചർ ഡിബേറ്റിൽ ഈ നേച്ചർ ഇസ് ദ സോൾ റീസൺ ഫോർ ഓൾ ദി എന്ന് പറയുന്നവർക്ക് പറ്റുന്ന അബദ്ധം എന്താന്ന് വെച്ചാൽ അവർ കുറെ അധികം കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കാരണം നമുക്ക് നമ്മളുടെ എൻവയൺമെന്റ് നമ്മളെ എങ്ങനെയൊക്കെയാണ് നമ്മളുടെ സ്വഭാവ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിലും ഈ എൻവയൺമെന്റ് മാറുന്നതനുസരിച്ചാണ് ആൾക്കാരുടെ എക്സ്പ്രഷൻ മാറുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പിജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. വളരെ പുതിയ ഒരു ഏരിയ ആണത്. എപ്പിജനറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സാമൂഹികപര എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മുടെ ഫിസിയോളജിക്കലി തന്നെ നമുക്ക് ഒരു ചേഞ്ച് വരുത്തും. നമ്മളുടെ DNA അതിന്റെ ചില പാർട്സ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അത് ചില പ്രോട്ടീൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അപ്പൊ ഈ അസോസിയേഷൻ, ഈ ഹിസ്റ്റോൺസുമായിട്ടൊക്കെയുള്ള അസോസിയേഷനിൽ വരുന്ന എൻവയൺമെന്റൽ സ്ട്രെസ് മൂലം അല്ലെങ്കിൽ ചേഞ്ചസ് മൂലമോ ഉള്ള മാറ്റങ്ങൾ നമ്മൾ DNA അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ DNA ചില ജീൻസ് എക്സ്പ്രസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എപ്പിജനറ്റിക്സ്. ഈവൻ എപ്പിജനറ്റിക്സ് ട്രാൻസ്ജനറേഷണൽ ആയിട്ട് അത് എവല്യൂഷണറി ഇത് ട്രാൻസ്ജനറേഷനിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നും ഈവൻ നമ്മളുടെ എവല്യൂഷനിലും അത് ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ നർച്ചർ എന്ന് പറയുന്ന ആ ഭാഗം, എൻവയൺമെന്റ് അല്ലെങ്കിൽ സൊസൈറ്റി, സോഷ്യൽ എന്ന് പറയുന്ന ആ ഭാഗം ആക്ച്വലി നമ്മുടെ ബയോളജി അഫക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഇൻ ടേൺ. അപ്പൊ ഇത് രണ്ടും മിക്സ് ചെയ്താണ് ഇരിക്കുന്നത്. ശരിക്കും നമുക്ക് നേച്ചർ ഓർ നർച്ചർ എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. നേച്ചർ ആൻഡ് നർച്ചർ ഇത് ഗോസ് ടുഗെദർ എന്നുള്ളതാണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് ഇത് ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പൊ ഈ ഭാഗങ്ങളൊന്നും മനസ്സിലാക്കാതെ, ഈ സാമൂഹിക അവസ്ഥകളെ ഒന്നും മനസ്സിലാക്കാതെ ചില ആൾക്കാർ പറയുകയാണ് നേച്ചർ മാത്രമാണെന്നുള്ളത്. ഇത് പണ്ട് ഈ സോഷ്യൽ ഡാർവിനിസ്റ്റുകൾ വംശീയത ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കറുത്ത വർഗ്ഗക്കാർക്ക് ബുദ്ധിയില്ല, വെളുത്ത വർഗ്ഗക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി. ഈ അടുത്തിടയ്ക്ക് ഒരു വലതുപക്ഷ നിരീശ്വരവാദി, ഒരു പ്രശസ്തനായ വലതുപക്ഷ നിരീശ്വരവാദിയുടെ ഒരു ഡയലോഗ് ഞാൻ കേട്ടത് എന്താന്ന് വെച്ചാൽ, സംവരണത്തിനെതിരെ പ്രസംഗിക്കുകയാണ് ഇദ്ദേഹം. ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ആ ജോലി ചെയ്യാനായിട്ടുള്ള കഴിവ് അല്പം കൂടുതലാണ്, ബിക്കോസ് ദേ ആർ നാച്ചുറലി സെലക്റ്റഡ്. അതുകൊണ്ടാണ് ആ ഒരു ജോലിയിൽ മറ്റ് വിഭാഗക്കാർ ഇല്ലാത്ത, അവർ നാച്ചുറലി സെലക്റ്റഡ് ആയതുകൊണ്ടാണ്. ഇതൊരു തരം ബയോളജിക്കൽ ഡിറ്റർമിനിസമാണ്. നമ്മളുടെ ബയോളജി വെച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യുള്ളൂ, സ്ത്രീകളുടെ ബയോളജി ഇങ്ങനെയാണ്, സ്ത്രീകൾ ഇങ്ങനെ, അവർക്ക് സ്റ്റെം ഫീൽഡിൽ കഴിവില്ല, അവരങ്ങനെ പെരുമാറുകയുള്ളൂ എന്ന് പറയുന്ന ബയോളജിക്കൽ ഡിറ്റർമിനിസം ആണ്. എവല്യൂഷണറി സൈക്കോളജി പറയുന്ന, അതിപ്പോ മതവിശ്വാസി പറഞ്ഞാലും UA പറഞ്ഞാലും ശരി, ഫ്രീ തിങ്കർ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും ശരി, അത് നമ്മുടെ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ജെൻഡർ റോൾസിനെ ജസ്റ്റിഫൈ ചെയ്യാനും റേപ്പ് പോലെയുള്ള വൃത്തികേടിനെ ന്യായീകരിക്കാനുമായിട്ടാണ് പറയുന്നതെങ്കിൽ ഇറ്റ്സ് അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാനുള്ളൂ. സോ ബേസിക്കലി നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺമാസ്കിങ് എത്തീസം എല്ലാത്തിലും അള്ളാഹു കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണല്ലോ. അതായത് പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്, ആണുങ്ങൾ ഇങ്ങനെയാണ്, അതെന്താണ് ദൈവം അങ്ങനെ സൃഷ്ടിച്ചു, സ്ത്രീകൾക്ക് കഴിവില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ, ഇവർ വീഡിയോ ചെയ്യണം മെയിൽ സൈക്കോളജി ഇങ്ങനെയാണ്, ഫീമെയിൽ സൈക്കോളജി, ഭയങ്കര കോൺഫിഡൻറ്റ് കൂടി അവർ വന്നത് മെയിൽ സൈക്കോളജി ഇങ്ങനെയാണ്, ഫീമെയിൽ സൈക്കോളജി ഇങ്ങനെയാണ്. അതിന് എവല്യൂഷണറി സൈക്കോളജിയുടെ തന്നെ കുറേ പേപ്പേഴ്സൊക്കെ അവരിങ്ങനെ എടുത്ത് ഇങ്ങനെ കോട്ടൊക്കെ ചെയ്ത് കാണും കേട്ടോ. അതിനുവേണ്ടി അവർ നിരന്തരം വലിയ വലിയ പോഡ്കാസ്റ്റുകൾ വരെ നടത്താറുണ്ട്. അതേ സംഭവം തന്നെ ഇവിടെ ദൈവത്തെ മാറ്റി നിർത്തി പരിണാമപരമായി മനുഷ്യർ ഇങ്ങനെയാണ്, പരിണാമപരമായ മനുഷ്യനാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ഒരേ വള്ളത്തിൽ പോകുന്ന രണ്ട് ടീംസാണ്. അങ്ങനെ ആവണം എന്നല്ല പറയുന്നത്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആയിപ്പോയി. അതെ, അങ്ങനെ ആവണം ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഫാക്ട് അങ്ങനെ ആയിപ്പോയി, സത്യം ഫാക്ട് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ദിസ് ഈസ് ദ പ്രോബ്ലം. ഇത് നമ്മൾ പറയാറുള്ളത് ഇത് രണ്ടും ഒരേ വള്ളത്തിൽ പോകുന്ന സംഭവമാണ്. ഇതാണ് ഇത് കാണിക്കുന്നത്. ഈ മതമുണ്ടെങ്കിലും മതമില്ലെങ്കിലും മനുഷ്യനെ നല്ലതും മോശമാക്കുന്നത് ഈ വക കാര്യങ്ങളല്ല, കുറച്ച് എത്തിക്സ് എന്നുള്ള കുറേ സംഭവമാണ്. ധാർമ്മികത എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും എത്തരം വിഷയങ്ങളാണ് സമൂഹത്തിൽ, എത്തരം നറേറ്റീവ്സാണ് സമൂഹത്തിനെ നല്ലതാക്കുക മോശമാക്കുക എന്നുള്ള ചിന്ത, അതിന് കുറച്ചും കൂടെ ഈ പരിണാമം എന്നുള്ള ഒരു ബോക്സിനകത്ത് നിൽക്കാതെ, അല്ലെങ്കിൽ മതം എന്നൊരു ബോക്സിൽ നിൽക്കാതെ അതിൽ നിന്ന് കുറച്ചും കൂടെ ഒക്കെ മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതാണ് ബേസിക്കലി ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ സെക്സിസ്റ്റും റേസിസ്റ്റും റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റുകളും ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ പുതിയ ട്രെൻഡാണ്, ശാസ്ത്രത്തിനെ ഉപയോഗിച്ച് അവരുടെ സംഗതികൾ, എൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നോക്കൂ ശാസ്ത്രത്തിലും ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് ശരിയാണെന്ന് പറയാമെന്ന്. അപ്പം നിരീശ്വരവാദികൾക്ക് അതിൽ നിന്നുള്ള ചില എല്ലാ വലതുപക്ഷ നിരീശ്വരവാദികളും എടുത്തു പറയണം. ഈ റൈറ്റ് വിങ് ഏത്തീസ്റ്റുകൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവമൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, സ്ത്രീകൾക്ക് ചില കാര്യത്തിൽ കഴിവുകൾ കുറവാണ്, അങ്ങനെ ആവണം എന്നല്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇത് സ്യൂഡോ സയൻസ് ആണ്, നമ്മൾ അതിനെ കൃത്യമായിട്ട് എതിർക്കും. എനിക്ക് തോന്നുന്നു എവല്യൂഷണറി സൈക്കോളജിയെ കുറിച്ച്, അതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച്, അത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് ഹയറാർക്കി ജസ്റ്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ റിഡക്റ്റീവിൽ ഇനിയും വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, ഓക്കെ, താങ്ക്സ്.